ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതെ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സമയം ഏതാ 3 മണി ആവാനായിട്ടുണ്ട്. 3:30 ആകുമ്പോഴേക്ക് ജിതുമോൻ സ്കൂൾ വിട്ട് വരും. അപ്പോൾ അവൻ വരുമ്പോഴേക്ക് നമുക്കിന്നൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴംപൊരിക്കുള്ള പഴമൊക്കെ സ്ലൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പഴംപൊരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. എന്നൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല, വല്ലപ്പോഴും ഉള്ളൂ. പഴം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ വിചാരിച്ചു എന്നാൽ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതാ നല്ല മഴ വരുന്നുണ്ട് ആ നേരമായപ്പോഴേക്ക്. അപ്പോൾ മുകളിലെല്ലാം തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയൊക്കെ എടുത്ത് വെക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ അതാ അപ്പുറത്ത് അനു തുണിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതാ തുമ്പിമോള് മഴക്കാറ് കണ്ടപ്പോൾ അവൾ വന്ന് ഡാൻസ് കളിക്കുകയാണ്. വാർപ്പിൻ്റെ മുകളിൽ വന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. ഞാൻ പിന്നെ തുണിയൊക്കെ എടുത്ത് വെച്ച് പിന്നെയും താഴെ വന്ന് പഴംപൊരി ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ്. ജിത്തുവിന് പിന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ചായ പിന്നെ അവൻ കുടിക്കില്ല, അവൻ വെള്ളമാണ് കുടിക്കുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് സന്തോഷമാണ്, എന്നാൽ ഇല്ലയെന്ന് വെച്ചിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇനി രാവിലത്തെ ചായക്കുള്ള ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടിയാലും അവന് സന്തോഷമാണ്. അപ്പോൾ അതാ ജിത്തുമോൻ്റെ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. അവനിവിടെ നിലമ്പൂർ വീട്ടിക്കുത്ത് സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. ഓട്ടോറിക്ഷയിലാണ് എന്നും വരാറ്. അതെല്ലാം ജിത്തുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇവർക്ക് KG-കാർക്ക് മാത്രം 3 മണിക്ക് സ്കൂൾ വിടും. അപ്പോൾ അവർ 3:30 ആകുമ്പോഴേക്ക് അവർ വീട്ടിലെത്തും. ആമിയൊക്കെ എത്തുമ്പോൾ 4:30 കഴിയും കേട്ടോ. അവർക്ക് പിന്നെയാണ് വിടുക. പിന്നെ അതാ അവൻ വന്ന് അതിൻ്റെ പഴംപൊരിയൊക്കെ നോക്കുകയാണ്, ചൂടുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പഴംപൊരി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കും, സ്കൂളിലെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞതാ ഈ പോണത് എങ്ങോട്ടാന്ന് മനസ്സിലായല്ലോ അല്ലേ. ആമീൻ്റെയും തുമ്പീൻ്റെയും അടുത്തേക്കാണ്. ആമിക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും വേഗം മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയതാ ആമി ചേച്ചീൻ്റെയും തുമ്പീൻ്റെയും കൂടെ കളിക്കാനുള്ള പോക്കാണത്. ഞങ്ങൾ ചെന്ന് കോണിംഗ് ബെല്ലടിച്ചപ്പോൾ അതാ ആമിക്കുട്ടിയാണ് വന്ന് വാതിൽ തുറന്നത്. അപ്പോൾ അതാ ഫോണിൽ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവൾക്ക് നാണം വന്നു. തുമ്പി വന്ന പാടതാ അവളുടെ അതിൽ പുതിയൊരു കളിപ്പാട്ടുണ്ടായിരുന്നു, ഒരു മുതലക്കുട്ടിയായിരുന്നു. അതുകൊണ്ട് ജിത്തുമോനെ പേടിപ്പിക്കാൻ നോക്കുകയാണ് അവൾ. അവൻ്റെ പിന്നാലെ നടന്ന് പേടിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടീനെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ആളിതാ വാട്ടർ ബലൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് വീർപ്പിച്ച് കളിക്കായിരുന്നു. അപ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിലായിരുന്നു. ഇന്നിപ്പോൾ നല്ല മഴ പെയ്ത് തുറന്നുകൊണ്ടാണ് 3 എണ്ണത്തിനെയും പുറത്ത് വിടാത്തത്. സാധാരണ അതാ മുറ്റത്ത് കൂടെയാണ് ഈ ഓടിക്കളിയൊക്കെ ഉണ്ടാവാറ്. ഇന്നിപ്പോൾ മഴ പെയ്തതുകൊണ്ട് ചെറിയൊരു മഴച്ചാറ്റിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അകത്ത് കളിയാക്കിയത്. അപ്പോൾ അതാ അവൾ വാട്ടർ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബലൂണ് മുഴുവൻ ഒരു ബക്കറ്റിലിട്ട് അതിൽ പിന്നെയും വെള്ളം നിറച്ച് അത് കുത്തി പൊട്ടിക്കായിരുന്നു അവരുടെ വിനോദം. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഓരോരോ വിനോദങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. അമ്മ മൂത്തിക്കിടുന്നുണ്ട് അയ്യോ. ഓക്കെ കറക്റ്റ്. ഇനി ജിത്തുമോനും കൂടി ചെല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ആമക്കുട്ടിയും തുമ്പിയും ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു റീല് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിൽ തന്നെ വന്നു. പക്ഷെ ജിത്തുമോൻ അവനില്ല, അവൻ പാട്ട് പാടിത്തരാം അവർ കളിച്ചോട്ടെ എന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാനാണ് പാട്ട് പാടിത്തരുന്നതെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു ജിത്തുമോൻ. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് നേരം റീലൊക്കെ എടുത്ത് നിന്നു.
ഞങ്ങളുടെ വൈകുന്നേരങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എന്നാൽ ശരി, ടാറ്റ ബൈ ബൈ, സീ യു.